അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ കരട് ബില്ലിന് പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 1972 കേന്ദ്ര നിയമത്തിലാണ് സംസ്ഥാനം ഭേദഗതി കൊണ്ടുവരുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങൾ ജനങ്ങളെ ഗുരുതര പരിക്കേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ മനുഷ്യരെ കൊല്ലുമ്പോൾ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 1972 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ്. വലിയ ബുദ്ധിമുട്ടാണ് ആ നിയമം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനം അതൊരു ഭേദഗതിക്ക് ഒരുങ്ങുകയാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ സംസ്ഥാനം ഇപ്പോൾ ആലോചിക്കുന്നത്? തീർച്ചയായും, അതായത് സംസ്ഥാനത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങൾ അവർ ജനങ്ങളെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും മരണമടക്കം ഉണ്ടാകുന്ന സാഹചര്യമടക്കം ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് വ്യാപക കൃഷിനാശം. ഇത് രണ്ടും വലിയ തോതിലാണ് ജനങ്ങളെ ഭീതിയിലാക്കിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വന നിയമത്തിലുള്ള ഭേദഗതി സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അനുകൂല നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ തലത്തിലുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. ഏതായാലും നിയമ ഭേദഗതി കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ കരട് ബില്ലിന് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനായി 1972 കേന്ദ്ര നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന കരട് ബില്ലാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെടുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അക്രമകാരികളായ മൃഗങ്ങളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഈ ബില്ലിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. ഏതായാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി സംസ്ഥാനത്തിന് കൊണ്ടുവരണമെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ അനുമതി വേണം. ഈ സാഹചര്യത്തിൽ വിഷയം നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. കാരണം 1972 നിയമം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പാസാക്കിയതാണ്. അതാണ് ഈ രാജ്യത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്, സംസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ പ്രയാസമുണ്ടാക്കുന്നത് ആ ഒരൊറ്റ നിയമമാണ്. ഇപ്പോൾ അതിനെതിരെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാനം ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുക എന്നത് തന്നെയാണ്. കാരണം ഒരു കേന്ദ്ര നിയമത്തിനെതിരെ ഒരു സംസ്ഥാനം ഒരു ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിന് രാഷ്ട്രപതിയുടെ അംഗീകാരമാണ് വേണ്ടത്. അതായിരിക്കില്ലേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്? അതുതന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലാണ്. അതായത് കേരള നിയമസഭയിൽ ബില്ല് കൊണ്ടുവരിക, ഭേദഗതി ബില്ല് കൊണ്ടുവരിക, ഈ ബില്ല് കേരള നിയമസഭ പാസ്സാക്കുക, അതിനുശേഷം അത് ഗവർണറുടെ അംഗീകാരം ആവശ്യമാണ്. ഗവർണർക്ക് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ സ്വാഭാവികമായും പോകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ അംഗീകാരത്തിനായി. ഗവർണറുടെ അംഗീകാരത്തോടു കൂടി ഈ ബില്ല് രാഷ്ട്രപതിയുടെ പക്കലേക്ക് എത്തും. രാഷ്ട്രപതി ഈ ബില്ല് അംഗീകരിച്ച് വിജ്ഞാപനമിറക്കണം. ഇത്രയും നീളുന്നതാണ് ഈ ഒരു നടപടിക്രമം, ഈ ബില്ലിന്റെ നടപടിക്രമം എന്ന് പറയുന്നത്. കാരണം ഇത് വന നിയമത്തിലുള്ള കേന്ദ്ര നിയമത്തിലുള്ള ഭേദഗതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ മാത്രമേ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ രാഷ്ട്രപതിയുടെ അടുക്കൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാലും അന്തിമ തീരുമാനം രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യമാണ്. രാഷ്ട്രപതിയാണ് ഇത് അന്തിമമായി അംഗീകരിച്ച് വിജ്ഞാപനം ഇറക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത്. ഏതായാലും സംസ്ഥാനത്തിന്റേതായിട്ടുള്ള പോരാട്ടം നടത്താൻ ഒരുങ്ങി തന്നെയാണ് ഈ ഒരു നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്.